ഹലോ, അസ്സലാമലൈക്കും. സോറാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പഴം വെച്ചിട്ടൊരു സംഭവം ഉണ്ടാക്കാൻ പോവുകയാണ്. സംഭവമൊന്നുമില്ല, പഴം നിറച്ച് പൊരിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് 3 പഴം, പിന്നെ നാളികേരം, പഞ്ചസാര, പിന്നെ 3 ഏലക്കായ, മുന്തിരി, അണ്ടിപ്പരിപ്പ് മുന്തിരി നമുക്ക് പിന്നെ ഒന്ന് റോസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. നാളികേരം ഇതാണ് എടുക്കുന്നത്, 3 പഴം. ഇത് വെച്ചിട്ടാണ് നമ്മൾ പഴം നിറച്ചത് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിലേക്ക് നമുക്ക് നെയ്യ്, മുന്തിരിയും അണ്ടിപ്പരിപ്പും തൂങ്ങിക്കാനാട്ടോ. നെയ്യ് ഇട്ടിട്ട് റോസ്റ്റ് ചെയ്യണം. നാളികേരം, പഞ്ചസാര ഇട്ടെടുക്കുക, ഏലക്കായ, എല്ലാം കൂടെ ഒന്ന് ഇത് ഒക്കെ ശരിയാണ് ഇറക്കി വെക്കുക. നമുക്ക് പൊളിച്ചിട്ട് തൊലി കളഞ്ഞ് രണ്ട് സൈഡൊന്ന് കീറി കൊടുക്കണം. അതെന്തിനാണെന്നറിയത്, നിറക്കാൻ. നാളികേരവും റോസ്റ്റാക്കി വെച്ചിട്ടും കൂടെ നിറക്കാനാണിത്. അവിടെ കീറി കൊടുക്കുക. ഇനി നമുക്ക് മൈദ മാവ് കലക്കി വെക്കണം, അതിൽ മുക്കി പൊരിക്കാൻ. ഇതിങ്ങനെ നിറച്ച് കൊടുക്കുക, 2 സൈഡും നിറച്ച് കൊടുക്കുക. അങ്ങനെ 3 പഴം കൂടി നമുക്കങ്ങനെ നിറക്കട്ടോ. അപ്പോൾ നമ്മൾ പഴം നിറച്ചിട്ടാ, നാളികേരം, അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ റോസ്റ്റ് ചെയ്തിട്ട് പഴം നിറച്ച് നമുക്ക് മൈദമാവ് കലക്കാം. മൈദ ഒന്ന് കലക്കണം. അധികം വെള്ളം പോലെ ആവരുത്, കട്ടി വേണം. ആ പഴത്തിന്മേൽ ഇരിക്കണം. ഇതിലേക്ക് ഉപ്പും തരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഇത്ര കട്ടിയിൽ വേണം, ഇത് കട്ടിയിൽ വേണം കേട്ടോ. നമുക്ക് പഴം ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇരിക്കാൻ നേരത്ത് നിന്ന് മാവ്
ഇങ്ങനെ മേലെ ഇങ്ങനെ ഇട്ടെടുത്തിട്ട് പൊരിക്കാം. നമുക്കത് പൊരിക്കാം. വെളിച്ചെണ്ണ വയ്ക്കാം. വെളിച്ചെണ്ണ ചൂടായാൽ പഴം നമുക്കിതിൽ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയെടുക്കാം. ഇത് നല്ല ഒന്ന് മുരിയണ്ടേ, അതൊന്ന് മരിഞ്ഞതിന് ശേഷം നീക്കിയിട്ടിട്ട് ഈ പഴം കൊണ്ട് ഇട്ട് കൊടുക്കുക. എല്ലാം ഒട്ടിപ്പിടിക്കും രണ്ടും കൂടെ. നമുക്ക് അടുത്തത് അതേപോലെ വെക്കാം. മൊരിഞ്ഞ് വന്നിട്ട് നമുക്ക് തിരിക്കാം. അങ്ങനെ മക്കളെ നമ്മൾ പഴം നിറച്ച് പൊരിച്ചിട്ടാ ഇനി നമുക്കിത് കട്ട് ചെയ്യണം. അല്ലാതെ ഇപ്പം ഇങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റില്ലല്ലോ. കട്ട് ചെയ്തിട്ട് ഇനി കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മൾ പഴം കട്ട് ചെയ്തു ഇങ്ങനെ മുറിച്ച് വെക്കണ്ട് കേട്ടോ. നമ്മൾ വിരുന്നുകാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പഴം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമല്ലോ. പഞ്ചസാരൊക്കെ നമ്മൾ വീട്ടിലുണ്ടാവുന്നല്ലേ. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കിയിട്ടാ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. ശരി, അടുത്ത വീഡിയോയുമായി വരാം കേട്ടോ. അസ്സലാമു അലൈക്കും.